നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടുക്കിയിൽ സഹകാരികളുടെ പ്രതിഷേധം. ഇടുക്കി നെടുങ്കണ്ടം ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. ഇത് ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ 87-കാരി ഇന്ദിര സദാനന്ദൻ. 2.5 വർഷം മുമ്പാണ് 3.5 ലക്ഷം രൂപ ഡീലേഴ്സ് ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത്. ജീവിതമാർഗത്തിനായി ബാങ്കിൽ തുക ആവശ്യപ്പെട്ടെങ്കിലും 1 രൂപ പോലും ലഭിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. അവര് പറയുന്നത് തരാന്ന് പറയുന്ന തരത്തില്ല, പറഞ്ഞ് അവധിയെല്ലാം കഴിഞ്ഞു, ഒരു തരത്തില്ല. അവര് പറയുന്ന സെക്രട്ടറി പറയുന്നത് തരാം അമ്മ വിഷമിക്കണ്ട, തരാം. ആരോട് പറയാൻ? നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി ലക്ഷങ്ങളുടെ നിക്ഷേപം ഇടുക്കി ഡീലേഴ്സ് ബാങ്കിലുണ്ട്. കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരും ദിവസക്കൂലിയിൽ ജോലി ചെയ്യുന്നവരുമാണ് ബാങ്കിലെ നിക്ഷേപകർ. പണമുടൻ മടക്കി നൽകുമെന്ന പല്ലവിയിൽ നിക്ഷേപകർ പലപ്പോഴും പിന്മാറുകയാണ്. പണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ എത്തുമ്പോൾ സെക്രട്ടറിയും ജീവനക്കാരും ബാങ്കിൽ ഉണ്ടാകാറില്ലെന്നും നിക്ഷേപകർ പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ വന്ന് സെക്രട്ടറിയെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, അടുത്ത ബുധനാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഈ 6 ഇട്ടതിൽ 2 ലക്ഷം രൂപയായാലും തരണം, ഞങ്ങൾ ഒത്തിരി ബാധ്യതപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇന്നായപ്പോൾ സെക്രട്ടറി ഇല്ല, മറ്റാരും ഇല്ല. ബാങ്കിലെ മുൻ ഭരണസമിതി 3.66 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഡീലേഴ്സ് സഹകരണ ബാങ്കിലെ കുമളി ശാഖ മാനേജർ 1.28 കോടി രൂപ തട്ടിയെടുത്തതിലും അന്വേഷണം തുടരുകയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.